അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മിഡ് പോയിന്റ് മധ്യബിന്ദു കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആദ്യം നമുക്ക് ഈ സംഖ്യാരേഖയിലെ രണ്ട് നമ്പേഴ്സിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുശേഷം അതിന്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്ക് -3യുടെയും 5ന്റെയും മധ്യബിന്ദുവാണ് കണ്ടുപിടിക്കേണ്ടത്. മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ സംഖ്യാ ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ ഏതാണ് അതിന്റെ മധ്യബിന്ദു? ഒന്നായിരിക്കും അല്ലെ? ഒന്നാണ് -3യുടെയും 5ന്റെയും മധ്യബിന്ദു, മിഡ് പോയിന്റ്. ഇത് നമുക്ക് ഈ നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഇനി നമുക്ക് എന്താണ് ഇത് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. -3 എന്ന് പറയുന്നത് x ആണെന്ന് വെച്ചോ. അപ്പൊ -3യെ നമ്മൾ x ആയിട്ട് എടുത്തു, 5നെ നമ്മൾ y ആയിട്ടും എടുത്തു. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ -3യെയും 5നെയും കൂടെ കൂട്ടുക, അതായത് എക്സിനെയും വൈയെയും കൂടെ കൂട്ടുക. അതിനുശേഷം അതിന്റെ പകുതി എടുത്താൽ മതി. മനസ്സിലായോ? എക്സിനെയും വൈയെയും, എക്സും വൈയും ഏതാണ്? നമ്മളോട് ചോദിച്ചേക്കുന്ന ആ രണ്ട് എൻഡ് പോയിന്റ്സ് ആണ്. അല്ലെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണോ കൊടുക്കുന്നത് ആ രണ്ട് നമ്പേഴ്സ് ആണ് എക്സും വൈയും. അപ്പൊ എക്സും വൈയും കൂടെ കൂട്ടുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, ഓർ 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്. അപ്പൊ ഇനി നമുക്ക് ഈ -3യുടെയും 5ന്റെയും മിഡ് പോയിന്റ് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന -3 ആണല്ലേ? -3 പ്ലസ് വൈ ഏതാണ്? 5 ആണല്ലേ? 5/2. ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും കൂടാണ് അല്ലേ? അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈന്. അപ്പൊ 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2 കിട്ടും. 5 ആണ് ഇവിടെ വലുത്, അതുകൊണ്ട് പ്ലസ് സൈൻ തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പർ തന്നെയാണ്. /2, അതായത് 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണല്ലേ? അപ്പൊ നമ്മുടെ മിഡ് പോയിന്റ് 1 എന്ന് നമുക്ക് കിട്ടിയല്ലോ. അടുത്തതായിട്ട് -2ന്റെയും 0യുടെയും മിഡ് പോയിന്റ് ഏതായിരിക്കും? അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, -1 ആയിരിക്കും എന്നല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വഴിയും കൂടെ നോക്കാം. എക്സ് എന്ന് പറയുന്നത് ഏതാണ്? -2 ആണ്. -2 പ്ലസ് വൈ ഏതാണ്? 0 അല്ലേ? ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു -2 പ്ലസ് 0 എത്രയാണ്? -2 ആണല്ലേ? -2/2. -2/2 എന്ന് പറയുന്നത് -1 ആണല്ലേ? മിഡ് പോയിന്റ് എത്ര കിട്ടി? -1 എന്ന് കിട്ടി. അപ്പൊ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? x പ്ലസ് വൈ ബൈ 2 അല്ലെങ്കിൽ 1/2 ഓഫ് എക്സ് പ്ലസ് വൈ. എക്സും വൈയും എന്താണെന്ന് മനസ്സിലാവണം. എക്സും വൈയും എന്താണ്? ആ തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് -2.5 ആൻഡ് 4 ആൻഡ് 3/4. അപ്പൊ നോക്കി നമ്മുടെ ഇക്വേഷൻ എന്താണ്? അപ്പൊ രണ്ട് സംഖ്യകൾ, ഇത് എക്സും ഇത് വൈയുമാണ് അല്ലേ? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ബൈ 2 അല്ലെങ്കിൽ 1/2 ഓഫ് എക്സ് പ്ലസ് വൈ. 1/2 ഇൻറ്റു ഇവിടുത്തെ എക്സ് എന്താണ്? -2 ആൻഡ് 1/2 അല്ലേ? -2.5 ആണ് അവിടുത്തെ എക്സ് പ്ലസ് വൈ എന്താണ്? 4 ആൻഡ് 3/4 ആണല്ലേ? അതായത് 4/4. ഇനി നമുക്ക് ഇതിനെ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എന്താക്കാം? സാധാരണ ഫ്രാക്ഷൻ ആക്കാം അല്ലേ? 1/2 പുറത്ത് കിടപ്പുണ്ട്. ഇവിടെ എന്താണ്? 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 1 5 -5/2 അല്ലേ? പ്ലസ് 4 ഇൻറ്റു 4 എത്രയാണ്? 16. 16 3 19. 19/4. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ ആണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷനെ നമുക്ക് ഒന്നുകിൽ നമുക്ക് LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ചെയ്യാം. 1/2 ഇൻറ്റു നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? അപ്പൊ ആദ്യം എന്താണ്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 19 ഗുണം 2 38 കിട്ടും അല്ലേ? 38. ഇനി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? അപ്പം -20 ബൈ 4 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. 8 ഈക്വൽ ടു 1/2. 38 20 പോകെ എത്രയാണ്? 18. 18/8 എന്ന് കിട്ടും അല്ലേ? ഇവിടെ നമുക്ക് ഈ 2നെയും 18നെയും കൂടെ ക്യാൻസൽ ആക്കാം അല്ലേ? 9 ഗുണം 2 ആണ് 18. നമുക്ക് 9/8 എന്നാണ് കിട്ടിയത്. ഒരു ഫ്രാക്ഷൻ ആണ് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ട് മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ ഇതും എന്താണ്? നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അപ്പൊ എങ്ങനെയാ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുന്നത്? 8 എത്ര പ്രാവശ്യമാണ് 9ൽ അടങ്ങുന്നത്? ഒരു പ്രാവശ്യം അല്ലേ? 1 8 8. 9ൽ നിന്ന് 8 പോകെ എത്രയാണ്? 9ൽ നിന്ന് 8 പോകെ 1. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടി അല്ലേ? മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഹരണഫലമാണ് എഴുതുന്നത്. പിന്നെന്താണ്? ഇങ്ങനെ ഒരു ആരോ കൊടുത്താൽ മതി. അതിനുശേഷം ശിഷ്ടമാണ്. അതിനുശേഷം ഹരിക്കുന്ന ഈ സംഖ്യ. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആരോ പോകുന്നത്.
അപ്പൊ എങ്ങനെ എഴുതുന്നത് 1. അപ്പൊ മുകളിൽ കിടക്കുന്നതിനെ നമ്മൾ എഴുതി. അതിനുശേഷം ഇതിനെ രണ്ടിനെ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം അല്ലെ? 1/8. അപ്പൊ 1 ആൻഡ് 1/8 ഈ നമ്പർ ആണ് ഈ രണ്ട് സംഖ്യകളുടെയും മിഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 176 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ വിച്ച് മാർക്ക് ദ മിഡ് പോയിന്റ് ഓഫ് ദ പോയിന്റ്സ് മാർക്ക്ഡ് ബൈ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ഓൺ ദ നമ്പർ ലൈൻ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിന്റെ എല്ലാം മിഡ് പോയിന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1, -5. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് എന്താണ് ഇവിടെ? 1 ആണ് അല്ലെ? 1/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1 ആണ്. 1. അടുത്ത എന്താണ്? y എന്ന് പറയുന്നത് -5 ആണ് അല്ലെ? പ്ലസ് -5. 1/2 ഇൻറ്റു ഈ പ്ലസും മൈനസും കൂടെ എന്താവും? പ്ലസും മൈനസും കൂടെ ചേർത്ത് മൈനസ് ആവും അല്ലെ? അപ്പൊ 1 -5. 1/2 ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. അപ്പൊ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ കൊടുക്കുക. 5 ആണ് വലുത്. 5 1 പോകെ 4. വലുത് ആരാണ്? 5 തന്നെയാണ് അല്ലെ? അപ്പം -4. ഇനി അടുത്ത എന്താണ്? -4/2 എന്നാണ്. കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇവിടുത്തെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പൊ ഏതിന്റെയൊക്കെയാണ്? 1ന്റെയും -5ന്റെയും മിഡ് പോയിന്റ് ഏതാണ്? -2. മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, -1ന്റെയും -5ന്റെയും മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇവിടോട്ട് എഴുതാം. 1/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് -1 ആണ്. ഇനി പ്ലസ് -5 ആണ് അല്ലേ? അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇവിടെ -5 എന്ന് തന്നെ കൊടുക്കാമല്ലോ. ഒരു പ്ലസും ഒരു മൈനസും കൂടെ ചേരുമ്പോൾ എന്താണ്? മൈനസ് തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ പ്ലസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ എന്താണ്? മൈനസ് ആണ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും എന്താണ്? പ്ലസും ഇവിടെ -5ന്റെ മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും? മൈനസ് തന്നെ ആയിരിക്കും. ഇനി എന്താണ്? ഇവിടെ 2 മൈനസ് വന്നു. ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടിയിട്ട് മൈനസ് സൈൻ തന്നെ കൊടുക്കണം അല്ലേ? അപ്പൊ -6. 1 5 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 6 ആണ്. അപ്പൊ -6 ആണ് /2. അതായത് ഇതിന്റെ ആൻസർ എന്താണ്? -3. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ -1നും -5ന്റെയും മിഡ് പോയിന്റ് ആണ്. അത് എത്ര കിട്ടി? -3 എന്ന് കിട്ടി. അടുത്ത നമ്പേഴ്സ് -1/2 -1/3. അപ്പൊ നമുക്ക് എക്സിനും വൈക്കും ഈ വാല്യൂസ് കൊടുക്കാം അല്ലെ? അപ്പൊ 1/2 ഇൻറ്റു -1/2. ഇനി പ്ലസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ എന്താണ്? -1/3. മൈനസ് തന്നെയാണ്. ഇനി ബ്രാക്കറ്റിനകത്ത് 2 ഫ്രാക്ഷൻ ആണ് അല്ലെ? 2 ഭിന്നസംഖ്യകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ ഇവിടെ -1 ഇൻറ്റു 3. -1 ഇൻറ്റു 3 എത്രയാണ്? -3 ആണ് അല്ലെ? അതുപോലെ തന്നെ നടുക്ക് ഏതാ സൈൻ? മൈനസ് ആണ്. മൈനസ്. ഇനി എന്താണ്? ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 1. 2 ഇൻറ്റു 1 എന്താണ്? 2 ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 എത്രയാണ്? 2 ഇൻറ്റു 3 6. അപ്പൊ മുകളിൽ 2 നെഗറ്റീവ് സംഖ്യകൾ വന്നല്ലേ? അപ്പൊ 1/2 ഇൻറ്റു 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5 ആണല്ലേ? രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആൻസറിൽ എന്ത് കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. /6. അപ്പൊ നമുക്കൊരു ഫ്രാക്ഷൻ ആണ്, ഒരു ഭിന്നസംഖ്യയാണ് കിട്ടിയത്. അപ്പൊ എങ്ങനെ എടുക്കാം? 1/2 ഇൻറ്റു -5/6 എന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് പരസ്പരം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു -5 എന്ന് പറയുന്നത് -5 ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6. 6 ഇൻറ്റു 2 എത്രയാണ്? 12 ആണ്. അപ്പൊ -5/12 എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, -1/2ന്റെയും 3/4ന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ 1/2 ഇൻറ്റു എക്സ് എന്താണ് ഇവിടുത്തെ? -1/2 ആണ് അല്ലേ? പ്ലസ് അടുത്ത എന്താണ്? y എന്ന് പറയുന്നത് 3/4 ആണ്. ഈക്വൽ ടു 1/2 ഇൻറ്റു ഇനി എന്താണ്? ഇതിനെ നമുക്ക് ക്രോസി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 2 ഇൻറ്റു 3 എത്രയാണ്? 6 ആണ്. 6 -1 ഇൻറ്റു 4 -4. -1ഉം 4ഉം കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഇവിടെ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും അല്ലേ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 എത്രയാണ്? 8 ആണല്ലേ? ഈക്വൽ ടു 1/2 ഇൻറ്റു 6 4 പോകെ എത്രയാണ്? 6 4 പോകെ 2/8. ഈ രണ്ടും കൂടെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. അപ്പൊ ബാക്കി എത്ര കിട്ടും? 1/8. അപ്പൊ ഇവിടുത്തെ മിഡ് പോയിന്റ് എത്രയാണ്? 1/8. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, -2.5ന്റെയും 3.5ന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. മിഡ് പോയിന്റിന്റെ ഇക്വേഷൻ 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതായത് 1/2 ഇൻറ്റു -2.5 പ്ലസ് 3.5. ഇവിടെ നമുക്ക് 1/2നെ എഴുതാം. അതിനുശേഷം ഇത് രണ്ടും കൂടെ ചെയ്യാം അല്ലേ? ഒന്ന് നെഗറ്റീവ് സംഖ്യയാണ്, ഒന്ന് പോസിറ്റീവ് സംഖ്യയാണ്. അപ്പൊ എന്ത് ചെയ്യുക? വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ കൊടുക്കുക.
അപ്പം 3.5 നിന്നും 2.5 കുറച്ചാൽ എത്രയാണ്? 3.5 നിന്നും 2.5 കുറച്ചാൽ എത്രയാണ്? 1 ആണല്ലേ. വലുത് 3.5 ആണ്, അതൊരു പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് ഈ 1 എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. 1/2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1/2 തന്നെയാണ്. അതായത് ഹാഫ്, അര എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. അപ്പൊ നമുക്കിവിടെ ഡെസിമൽ ആയതുകൊണ്ടാണ് ആൻസറും എന്ത് തന്നെ കൊടുത്തത്? ഡെസിമൽ അല്ലെങ്കിൽ ദശാംശത്തിൽ കൊടുത്തേക്കുന്നത്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1.3യുടെയും 8.7ന്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ. ഇക്വേഷൻ 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതായത് 1/2 ഇൻറ്റു എക്സ് എന്താണ്? 1.3 ആണ് അല്ലേ. 1.3 പ്ലസ് വൈ 8.7. അതായത് 1/2 ഇൻറ്റു 1.3യും 8.7 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും അല്ലേ. അത് ചെയ്ത് നോക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? 10ന്റെ പകുതിയാണ് അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10ന്റെ പകുതിയാണ്. 10ന്റെ പകുതി എത്രയാണ്? 5. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1/2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 10/2 എന്നാണ് അർത്ഥം. 10ന്റെ പകുതി എന്നാണ്. അപ്പൊ 10ന്റെ പകുതി എത്രയാണ്? 5. അടുത്ത ക്വസ്റ്റ്യൻ ആണ് -√2 ആൻഡ് -√3. ഇതിന്റെ മിഡ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ അറിയാമല്ലോ, 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പൊ 1/2 ഇൻറ്റു എക്സ് എന്താണ് ഇവിടെ? -√2 ആണല്ലേ. പ്ലസ് വൈ എന്താണ്? -√3. അപ്പൊ 1/2 ഇൻറ്റു -√2, ഈ പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ മൈനസ് ആവും അല്ലെ. -√3. അപ്പൊ ഈ രണ്ട് സംഖ്യകൾക്കും മൈനസ് ഉള്ളത് കൊണ്ട് ഈ മൈനസിനെ നമ്മൾ ഇനി പുറത്തെടുക്കും. മൈനസിനെ പുറത്തെടുക്കുമ്പോൾ -1/2 ഇൻറ്റു, ഇനി ഇവർ രണ്ടുപേരും എന്തായിരിക്കും? രണ്ടുപേരുടെ എടുത്തു ഈ മൈനസിനെ ഇനി എടുത്തു. മൈനസിനെ എടുക്കുമ്പോൾ നമുക്ക് ബാക്കി എന്താണ്? +√2 +√3 ആയിരിക്കും അല്ലെ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇവിടെ നെഗറ്റീവ് വന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. രണ്ടിടത്തും കോമൺ ആയിട്ട് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ 2 നെഗറ്റീവിനെ ഇനി പുറത്തെടുത്തു. 2 നെഗറ്റീവിനെ ഇനി പുറത്തെടുത്തപ്പം ഈ 1/2, ഇവിടെ 1/2 പോസിറ്റീവ് ആയിരുന്നു അല്ലെ. ആ നെഗറ്റീവ് 1/2ന്റെ അടുത്ത് വന്നു. അതായത് നമ്മൾ കോമൺ ആക്കി ഇനി എടുത്തേക്കുവാണ്. ഇനി എന്താ, നമുക്ക് വേണമെങ്കിൽ തിരിച്ചിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ √2നും ഈ √3ക്കും നെഗറ്റീവ് സൈൻ വരുന്നുണ്ടോ നോക്കിയേ. ഈ നെഗറ്റീവിനെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താണ്? √2നും വരും. അതായത് കോമൺ എടുത്തേക്കില്ലേ, ബ്രാക്കറ്റിന് പുറത്തല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ ഈ മൈനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ -1/2 എന്ന് പറയുന്നത് ഈ 2 പേർക്കും കൂടെ ഉള്ളതാണല്ലേ. അപ്പൊ ഈ മൈനസ് √2നും ഉണ്ട് √3ക്കും ഉണ്ട്. 2 പേർക്കും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഇനി കോമൺ എടുത്തതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് -√3 +√7. ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഇക്വേഷൻ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണല്ലേ. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് -√3 പ്ലസ് ഇവിടുത്തെ വൈ എന്താണ്? √7. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ മൈനസ് അല്ലേ. അപ്പൊ ഈ മൈനസിനെ നമ്മൾ ഇനി പുറത്തെടുക്കുവാണെങ്കിൽ ഇവിടെ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കിയേ. ഈ മൈനസിനെ ഇനി പുറത്തെടുത്തു. അപ്പൊ -1/2 ആയി. ഇനി ഇവിടെ മൈനസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ്? √3. ഇനി നോക്കിയേ, ഇവിടെ പ്ലസ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞായിരുന്നു ഒരു പ്ലസിനെ നമ്മൾ മൈനസ് ആക്കുന്നത് എങ്ങനെയായിരുന്നു? 2 മൈനസ് കൂടി ചേരുമ്പോഴാണ് ഒരു പ്ലസ് വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പൊ അതില് ഒരു മൈനസിനെ, ആ പ്ലസിൽ നിന്നും ഒരു മൈനസിനെ ഇനി പുറത്തെടുത്തു. ബാക്കി അവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട് അല്ലേ. അപ്പൊ -√7. അപ്പം നെഗറ്റീവിനെ പുറത്തെടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ എന്താണ്? ഈ 2 എണ്ണത്തിൽ നിന്നും നെഗറ്റീവിനെയാണ് പുറത്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സംശയമുണ്ട്. ഇവിടെ പോസിറ്റീവ് ആണല്ലോ, പിന്നെ എങ്ങനെയാണ് നെഗറ്റീവിനെ പുറത്തെടുക്കുന്നത് എന്നല്ലേ. ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് 2 നെഗറ്റീവുകൾ കൂടി ചേരുമ്പോഴാണ് അല്ലേ. നമുക്കറിയാം 2 നെഗറ്റീവുകൾ അടുത്തടുത്ത് വരുമ്പോഴാണ് ഒരു പോസിറ്റീവ് ആകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിൽ എന്ത് ചെയ്യണം? ഈ പോസിറ്റീവിനെ 2 നെഗറ്റീവായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൽ നിന്ന് 2 എണ്ണത്തിൽ നിന്നുമാണ് നമ്മൾ ഈ നെഗറ്റീവിനെ കോമൺ എടുക്കുന്നത്. നെഗറ്റീവിനെ കോമൺ എടുക്കുമ്പോൾ ഇവിടെ 1/2 ആയിരുന്നു. ആ 1/2 എന്താവും? -1/2 ആവും അല്ലെ. ഒരു നെഗറ്റീവിനെ 2 എടുത്തുനിന്ന് കോമൺ എടുത്തതല്ലേ. അതിനുശേഷം നമുക്ക് ഈ നെഗറ്റീവ് എന്തായിട്ട് മാറും? അവിടെ നെഗറ്റീവ് ഇനി ഇല്ലല്ലോ, അപ്പൊ അത് പോസിറ്റീവായിട്ട് മാറും. ഈ √7ന്റെ ഒരു നെഗറ്റീവിനെ നമ്മൾ എടുത്തിട്ടുള്ളൂ അല്ലെ. ബാക്കി എത്ര നെഗറ്റീവ് ഉണ്ട്? ഒരു നെഗറ്റീവ് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ -√7 എന്ന് വന്നത്. അപ്പൊ ഇത് ചെയ്യാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു സ്റ്റെപ്പിൽ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി കേട്ടോ. ഈ ഒരു സ്റ്റെപ്പിൽ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ -√3, ഇവിടെ എന്താണ്? പ്ലസ് ആണല്ലേ. +√7, പിന്നെന്താണ്? ഒരു 1/2 ഉണ്ട്. അപ്പം അടിയിൽ ഒരു 2 കൂടെ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ. ഒന്നുകിൽ ഇങ്ങനെ നിർത്തുക, അല്ലെങ്കിൽ ഈ നെഗറ്റീവിനെ പുറത്തെടുക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടെ കാണിച്ചിട്ട് നിർത്തുക.
അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പേഴ്സ് വിച്ച് മാർക്ക് ദ പോയിന്റ്സ് ഡിവൈഡിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് മാർക്ക്ഡ് ബൈ 1 and 2 into 4 ഈക്വൽ പാർട്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഈ സംഖ്യാരേഖയിൽ 1ഉം 2ഉം 2 പോയിന്റ്സ് നമ്മൾ കണ്ടല്ലോ. ഇതിനിടയിലുള്ള ഈ ഭാഗത്തെ ഇത്രയും ഭാഗം, അതായത് 1ന്റെയും 2ന്റെയും ഇടയിലുള്ള ഇത്രയും ഭാഗത്തിനെ തുല്യമായിട്ട് 4 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കണം. അതായത് ഇതിനെ 4 തുല്യ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുക. അതാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം അല്ലേ. 1ന്റെയും 2ന്റെയും നടുവിൽ 4 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ മുറിക്കാം? 1 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്? 1/4 അല്ലേ. 1/4, 1/2, 1/3, അടുത്ത എന്താണ്? 2. അപ്പൊ ഇങ്ങനെയാണ് 4 ഭാഗങ്ങളായിട്ട് മുറിക്കുന്നത്. അപ്പൊ 1/4, 1.25, 1.50 അല്ലെങ്കിൽ 1.5, 1.75, 2. നമുക്കറിയാം ഒരു ക്ലോക്ക് തന്നെ അല്ലെങ്കിൽ ഒരു വട്ടം വരയ്ക്കുവാണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ തുല്യ 4 ഭാഗങ്ങളാക്കുന്നത്? ഇങ്ങനെയാണല്ലേ. 1/4 ഭാഗം, ഈ 1/4 ഭാഗം കൂടെ ചേരുമ്പോൾ 1/2 ഭാഗം, പിന്നെന്താണ്? ഇത് 3 കൂടെ ചേരുമ്പോൾ 3/4 ഭാഗം, ഇതും കൂടി ചേരുമ്പോൾ ആ മൊത്തം ഫുള്ള് വരും അല്ലേ. 1/4 ഭാഗം വീതമാണ് നമ്മൾ അതിനെ 4 തുല്യ ഭാഗങ്ങളാക്കുന്നത് അല്ലേ. അപ്പം 1നും 2നും നടുവിലുള്ള സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് 4 തുല്യ ഭാഗങ്ങളാക്കുന്നത്? 1/4, 1/2, 1/3, 2. ഇനി 0നും 1നും നടുവിലാണെങ്കിലോ 0 കഴിഞ്ഞിട്ട് എന്താണ്? 1ൽ അവസാനിക്കണം. അപ്പൊ 0 കഴിയുമ്പോൾ എന്താണ്? 1/4 അല്ലേ. 1/4, അടുത്തത് എന്താണ്? 1/2, പിന്നെന്താ? 3/4, അടുത്തത് 1. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ നടുവിലുള്ള അത്രയും ഭാഗത്തിനെ നമ്മൾ തുല്യ ഭാഗങ്ങളായിട്ട് 4 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നത്. ഇനി 4നും 5നും ഇടയിലാണെങ്കിലോ 4/4, 4/2, 4/3, 5. അപ്പൊ ഏത് 2 സംഖ്യകളുടെയും ബിറ്റ്വീൻ ആയിട്ടുള്ള അത്രയും ഭാഗത്തിനെ 4 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ മുറിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ആ പേജിൽ തന്നെ ലാസ്റ്റ് 4 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഈ 4 ഇക്വേഷനിൽ നിന്നും എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x-1 ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x-3. ഇങ്ങനെ അബ്സല്യൂട്ട് വാല്യൂവിനകത്ത് x-1, x-3 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറയുന്നത്? ഡിസ്റ്റൻസ് ആണല്ലേ. നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? d ഈക്വൽ ടു x-y എന്നായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്, എക്സും വൈയും. അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് d. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടില്ല, പക്ഷെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെയും 1ന്റെയും, ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്, വൈ എന്ന് പറയുന്നത് 1 ആണല്ലേ. എക്സിന്റെയും 1ന്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള നടുക്കുള്ള ഡിസ്റ്റൻസിനോട് ആര് ഈക്വൽ ആണ്? എക്സിന്റെയും 3യുടെയും ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അതായത് എക്സിന്റെയും 1ന്റെയും ഒരു പോയിന്റ് 1 ആണല്ലേ. അപ്പൊ ഇതാണ് ഒരു പോയിന്റ് ഏതാണ്? എക്സ് ആണ്. എക്സ് അറിയത്തില്ലല്ലോ. അപ്പൊ അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ എക്സും 3യും, 3 നമുക്കറിയാം, എക്സ് അറിയത്തില്ല. എക്സിന്റെയും 3യുടെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സിൽ നിന്നും, എക്സ് എവിടാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, എക്സിൽ നിന്നും 1ലോട്ടുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്നും 1ലോട്ടുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്നും 3ലോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ എക്സ് ഏതായിരിക്കണം? 2 ആയിരിക്കണം അല്ലേ. അതായത് ഇത് എക്സ് ആണെങ്കിൽ എക്സിൽ നിന്നും 1ലോട്ടുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്നും 3ലോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ ഈക്വൽ ആണല്ലോ. ഈ 2 ഡിസ്റ്റൻസും ഈക്വൽ അല്ലയോ? അപ്പം 2ൽ നിന്ന് 1ലോട്ടുള്ള ഡിസ്റ്റൻസും 2ൽ നിന്ന് 3ലോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഇതുപോലെ നമുക്ക് ഡിസ്റ്റൻസുകൾ ഈക്വൽ ആക്കിക്കൊണ്ട് പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ മിഡ് പോയിന്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് എന്ത് ചെയ്യാം? മിഡ് പോയിന്റ് ഈക്വൽ ടു, മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണല്ലേ. അപ്പൊ നിങ്ങൾ എക്സും വൈയും ഏത് കൊടുക്കും? എക്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കൊടുക്കേണ്ടത്, ഈ 1ഉം 3യും കണ്ടല്ലോ, ഇതാണ് നമ്മുടെ എക്സും വൈയും. അപ്പൊ നമ്മുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള എക്സും വൈയും ഏതാണ്? ഈ 1ഉം 3യും. തന്നിരിക്കുന്ന ആ 2 നമ്പേഴ്സ് ആണ് നമ്മുടെ മിഡ് പോയിന്റ്സ്. അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടും? 1/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് 3. അതായത് 1 + 3 എത്രയാണ്? 4 ആണല്ലേ. 4/2 എന്ന് പറയുന്നത് 2. അപ്പൊ നമ്മുടെ എക്സ് എന്താണ്? മിഡ് പോയിന്റ് എന്താണ്? 2 ആണ്. നമ്മൾ ഈ സംഖ്യാരേഖയിലും കാണിച്ചായിരുന്നല്ലേ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സിൽ നിന്നും 3ലോട്ടുള്ള ഡിസ്റ്റൻസും എക്സിൽ നിന്നും 4ലോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. മിഡ് പോയിന്റ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇവിടുത്തെ എക്സ് ഏതാണ്? 3, വൈ ഏതാണ്? 4. അപ്പൊ എന്താ? 3 + 4, 4 3 7,
7/2 അല്ലേ? 7/2 എന്ന് പറഞ്ഞാൽ 3.5. അപ്പോൾ ഇവിടുത്തെ മിഡ് പോയിന്റ് ഏതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എക്സിന്റെ വില എന്താണ്? 3.5. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് x+2 = x-5. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഡിസ്റ്റൻസ് വരുമ്പോൾ ഒരിക്കലും ഇവിടെ എന്ത് വരത്തില്ല, പ്ലസ് വരത്തില്ല അല്ലേ? അപ്പൊ ആ പ്ലസിനെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആക്കണം. 2 മൈനസുകൾ ചേരുമ്പോഴാണ് ഒരു പ്ലസ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ പ്ലസിനെ അങ്ങ് മാറ്റിയിട്ട് 2 മൈനസ് കൊടുത്താൽ മതി. അപ്പൊ എക്സ് മൈനസ്, അപ്പൊ ഇനി അടുത്ത മൈനസ് ആർക്ക് കൊടുക്കണം? 2ന് കൊടുക്കണം അല്ലേ? -2 = x-5. അപ്പൊ ഇനിയും നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. എക്സിൽ നിന്നും -2 ഡിസ്റ്റൻസും എക്സിൽ നിന്നും 5 ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മിഡ് പോയിന്റ് = 1/2 ഇൻറ്റു ഇവിടുത്തെ എക്സ് എന്താണ്? -2 ആണല്ലേ? -2 പ്ലസ് ഇവിടുത്തെ വൈയോ 5. അപ്പൊ ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത്? 1/2 ഇൻറ്റു 5ൽ നിന്ന് 2 കുറയ്ക്കുക 3. അപ്പൊ 3/2. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.5. അപ്പൊ ഇവിടുത്തെ മിഡ് പോയിന്റ് എത്രയാണ്? 1.5. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x = അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x+1 എന്നാണ് അല്ലെ? ഇവിടെ നോക്കിയേ എക്സ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ? അതായത് എക്സിൽ നിന്നും ഏത് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? x-0 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? അതായത് എക്സ് എന്ന് പറയുന്നതും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x-0 എന്ത് തന്നെയാണ്? ഈക്വൽ ആണ് അല്ലെ? x-0 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണല്ലോ. അതായത് എക്സിൽ നിന്നും 0 കുറച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ആൻസർ? എക്സ് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിയാൽ തെറ്റൊന്നുമില്ലല്ലോ. ഈക്വൽ ടു, ഇനി ഇവിടെ പ്ലസ് ആണല്ലേ? ആ പ്ലസിനെ നമുക്ക് മാറ്റണം. അതായത് x -1 ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സിൽ നിന്നും 0 ഡിസ്റ്റൻസും എക്സിൽ നിന്നും -1 ഡിസ്റ്റൻസും ഈക്വൽ ആണല്ലേ? അപ്പൊ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഇവിടുത്തെ എക്സ് എന്താണ്? 0 പ്ലസ് കൊടുത്തിട്ട് നമുക്ക് ഈ -1 കൊടുക്കാം. -1 അതായത് 1/2 ഇൻറ്റു 0, ഈ പ്ലസും മൈനസും കൂടെ ചേർന്ന് മൈനസ് ആവും അല്ലേ? -1 അതായത് 1/2 ഇൻറ്റു -1 എന്നാവുമല്ലോ. 1/2 ഇൻറ്റു -1 എന്താണ്? -1/2 ആണല്ലേ? -1/2 -1/2 എന്ന് പറഞ്ഞാൽ -0.5. അപ്പൊ ഇവിടുത്തെ എക്സ് എന്താണ്? -0.5. അപ്പൊ റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്